എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യം ഇന്ന് 75ാമത് സ്വാതന്ത്ര്യം ആഘോഷത്തിൻ്റെ ഓർമ്മപുതുക്കലാണല്ലോ. ഓഗസ്റ്റ് 15 എല്ലാ ഭാരത ജനതയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ പേറുന്നതായ ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയുണ്ട്. ഭാരതം സ്വാതന്ത്ര്യമായിട്ട് 75 വർഷം ഇപ്പോൾ തികയുകയാണ്. ഒരു കാലത്ത് ഭാരത ജനതയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അവസാനം കുറിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിലേക്ക് ഭാരതം നടന്നു നീങ്ങിയ നാളുകളാണ് ഈ ഓഗസ്റ്റ് 15. ഈ ഓഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രപിതാവിനെയും രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം ഹോമിക്കപ്പെട്ട ഈ ഭാരതത്തിലെ എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിക്കേണ്ട ദിനം കൂടിയാണ്. ഒരു കൂട്ടം ജനങ്ങൾ തങ്ങളുടെ എല്ലാ സ്വകാര്യ സന്തോഷങ്ങളെയും ബലികഴിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി സാമ്രാജ്യത്വ ശക്തികളെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യം തങ്ങളുടെ ജീവിതം കൊണ്ടും രക്തം കൊണ്ടും വിലയ്ക്ക് വാങ്ങിയതാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഓർമ്മകൾ നമ്മെ എപ്പോഴും ഒരു രാജ്യ സ്നേഹത്തിലേക്ക്, രാജ്യത്തോടുള്ളതായ ഒരു അമിതമായ കൂറിലേക്ക് നയിക്കപ്പെടാനായിട്ടിടയായിത്തീരണം. ഇത് ഭാരതം കരഗതമാക്കിയ ഈ സ്വാതന്ത്ര്യം, ഈ അടിമത്തത്തിലുള്ളതായ വീണ്ടെടുപ്പ് ഒരു കൂട്ടം ജനതയുടെ കഷ്ടതയുടെയും സഹനത്തിൻ്റെയും സഹന സമരങ്ങളുടെയും ഒക്കെ പരിണിത ഫലമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കെന്നും ഉണ്ടാകുവാനായിട്ടിടയായിത്തീരണം. അതുകൊണ്ട് ഇന്ന് ആ ഒരു കാലത്തെ സ്മരിക്കുമ്പോൾ, ഈ കാലത്തെ സ്നേഹിക്കുവാനായിട്ട് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കിടയായിത്തീരണം. നാം ജീവിക്കുന്ന രാജ്യത്തുള്ളതായ കടമയും കടപ്പാടും ഒരു നാളും നാം വിസ്മരിച്ചു കളയരുത്. രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാരുണ്ട്. അതിർത്തി കാക്കുവാനായിട്ടൊക്കെ ജീവിതം ഹോമിക്കപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ഓർക്കുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നന്ദി പറയുകയും ചെയ്യുന്ന ദിനമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ മനുഷ്യനെ വീണ്ടും അടിമത്വത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ അമിതമായ പ്രവർത്തനങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിവേകമില്ലാതെയുള്ള പ്രവർത്തനം കൊണ്ടും ഇന്നും ജനം അടിമത്തത്തിൽ കഴിയുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഭരിക്കുന്നവരെല്ലാം ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കുകയും വീണ്ടും ജനതകളെ അടിമത്വത്തിലേക്ക് നയിക്കാതെ വണ്ണം സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം നുകരുവാനായിട്ട്, അത് കൊടുക്കുവാനായിട്ട് ഭരണം നടത്തുന്നവർക്കിടയായി തീരുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം ഇന്ന് റിലവൻ്റായി തീരുന്നത്, സംഗതമായി തീരുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. ഇന്ന് സ്കൂളുകളിലൊക്കെ പതാക ഉയർത്തി ഈ രാജ്യത്തിൻ്റെ യശസ്സിനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ ഈ രാജ്യത്തുള്ളതായ എൻ്റെ കൂറും എൻ്റെ കടപ്പാടും ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഈ ഓണത്തോട് ചേർന്നുകൊണ്ട് നാം ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ സമത്വസുന്ദരമായ, നീതിയിൽ അധിഷ്ഠിതമായ, നന്മ നിറയുന്ന, പുള്ളിവചനങ്ങളില്ലാത്ത, കാപട്യമില്ലാത്ത, ചതിയും വഞ്ചനയില്ലാത്ത ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ആയിത്തീരണം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് കഴിയണം. എന്താണ് ആ പ്രതിജ്ഞ? എൻ്റെ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് ഞാൻ നിലനിൽക്കും. അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമത്വ സുന്ദരമായ നീതിയും നന്മയും ഒക്കെ കൊടികുത്തി വാഴുന്ന ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കായി പ്രവർത്തിപ്പാനായിട്ട് എൻ്റെ ഭാവി ജീവിതം കൊടുക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയുടെ നാളുകളായിത്തീരണം. അങ്ങനെ ഒരു നല്ല ഒരു സമൂഹം സൃഷ്ടിക്കുവാൻ, സ്വാതന്ത്ര്യവും സമാധാനവും സമഗ്ര സൗഖ്യവും ഉള്ളതായ ഒരു സമൂഹം ദേശത്ത് ഭാരതത്തിലുണ്ടാകുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് വരുന്ന തലമുറകളായ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഇത് കേൾക്കുന്ന അധ്യാപകർക്കും മാതാപിതാക്കന്മാർക്കും
ഒരുപോലെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മെ തന്നെ അർപ്പണം ചെയ്യുന്ന ദിനമായി ഈ സ്വാതന്ത്ര്യദിനം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യദിന ആശംസകളും അറിയിക്കുന്നു. അടൂർ ഇമ്മാനുവേൽ മാർത്തോമ ഇടവക, ഈ സ്കൂള് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈശ്വരൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि National pledge. India is my country. All Indians are my brothers and sisters. I love my country and I am proud of its rich and varied heritage. I shall always strive to be worthy of it. I shall give my parents, teachers, all elders respect and treat everyone with a courtesy. To my country and my people, I pledge my devotion. In their well-being, prosperity, lies my happiness. Jai Hind. सारे जहां से अच्छा हिंदोसिता हमारा हमारा, सारे जहां से अच्छा हिंदोसिता हमारा। हम बुलबुले हैं उसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा हिंदोसिता हमारा हमारा, सारे जहां से अच्छा। सारे जहां से अच्छा हिंदोसिता हमारा, हम बुलबुले हैं उसकी, ये गुलसिता हमारा। We are the proud Indians. India, the best country in the world. We are the bubbles of our country. Respected manager, management, PTA president, staff, parents and my dear children. On 15th August 1947, in the midnight hours, India got its freedom from the Britishers. And today we are celebrating the 75th Independence Day. My dear children, India being a land of diversity, our land is designed in such a way by God that we have the high range, low range, the plains, etc. And also the people who have faith in different religion, caste, creed, color, language, etc. We are united, though we are living in a country of diversity. Our great leaders like Mahatma Gandhi, Chacha Nehru, Maulana Azad, the trios Bal Pal, Lal Bal Pal, then Sarojini Naidu, Jhansi Ki Rani, Shastri Ji, then we have B.R. Ambedkar
and so many who took the leadership in Subhash Chandra Bose, Bhagat Singh, who took the leadership in fighting for the freedom of the country. With them, there were so many people, we can say our ancestors, so many people, young, old, children, who also jumped for the struggle for freedom, and so many who sacrificed their lives for freedom. We should remember those good souls. Because of them, we are moving free, thinking free, doing everything free. Really sad to tell that why our citizens, not all but some, are not thinking of these sacrifices. Why are these destructions caused? Why are the killings caused? Why are the lootings caused? Why can't these people think that today they are because of those people who struggled for us? Dear children, we should all stand united to destruct all these evil spirits so that our country remains peaceful. Dear children, freedom means not to do all these things. To love others, give and share, understand the problems of others. If God has gifted you with so much money, other things, share at least a little to those who are really in need of it. Have an open mind and open heart. Be truthful to yourself and grow up into a very good citizen. My dear children, respect the soldiers and pray for them and their families who are standing as guards, protecting us from the enemies. So many in the borders where even oxygen is not sufficiently given, means where they can't even get oxygen sufficiently in the high hill-capped mountains. They take oxygen with them to live and still guard our country without thinking about their families or anything, not bothered about their lives, but protecting the country, protecting us from the enemies. We must respect them. We must love them, my dear children. We must pray for them and their family. We must be the pride of our country. I would like to tell you, be truthful to yourself, love your neighbors, love your friends, share what you have, the little of what you have, to those who are in need. Fight the corona, because it is because of this we all are staying at our homes and giving all these virtual programs. Grow as good citizens of India. I would like to close my message by singing one more song. You must learn this song, this is good. When patriotism enters into my blood, I don't know what happens. So one more song. नन्ना मुन्ना राही हूँ, देश का सिपाही हूँ, बोलो मेरे संग जय हिंद जय हिंद जय हिंद जय हिंद जय हिंद। बड़ा होके देश का सहारा बनूंगा, दुनिया के आँखों का तारा बनूंगा। बड़ा होकर देश का सहारा बनूंगा, दुनिया के आँखों का तारा बनूंगा। रखूंगा ऊंचा तिरंगा परचम, आगे ही आगे बढ़ाऊंगा कदम।
दहने बाय थम, नन्ना मुन्ना राही हूँ, देश का सिपाही हूँ, बोलो मेरे संग जय हिंद जय हिंद जय हिंद जय हिंद जय हिंद. So Jai Hind, my dear children, Jai Hind all. Wish you all a happy Independence Day. Stay safe and stay healthy because you know the situation is as such. Thank you very much. वन्दे मातरम् वन्दे मातरम् वन्दे मातरम् वन्दे मातरम् सुजलां सुफलां मलयज शीतलां सस्यश्यामलां मातरम् वन्दे मातरम् वन्दे मातरम् वन्दे സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ വർഷവും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ കോവിഡ് എന്ന മഹാമാരി മൂലം ആഘോഷങ്ങളെല്ലാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഔദ്യോഗിക ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനം ആഹ്ലാദത്തിൻ്റെ ദിനം മാത്രമാകാതെ സ്വാതന്ത്ര്യം നേടിത്തന്നവരെ സ്മരിക്കുന്ന ദിനം കൂടിയാകണം. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ശത്രു രാജ്യങ്ങളിൽ നിന്നും നമ്മെയും രാജ്യത്തെയും കാത്തുരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാരെയും ഈ ദിനം നാം ഓർക്കണം. രാജ്യത്തിനു വേണ്ടി ജീവനർപ്പിച്ച എല്ലാ മഹാത്മാക്കളുടെയും ധീര സൈനികരുടെയും ത്യാഗത്തിനു മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കുചേരുന്നതിനോടൊപ്പം ഇന്ത്യയുടെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കുകയും കോവിഡ് എന്ന മഹാമാരിയെ നമുക്കൊന്നായി ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കുവാനും ശ്രമിക്കണം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ലോ ഭാരതം. ഈ ദേശ് ഹമാരാ, ജാൻ സെ പ്യാരാ, പ്യാർ ഹമാരാ, ആസാദി ആസാദി ആസാദി. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. നൂറു നൂറു ചിന്തകൾ, നൂറു നൂറു ഭാഷകൾ, മതത്തിനപ്പുറം വളർന്ന സ്നേഹ ചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാസി ബുദ്ധ ജൈനനും
തോളു ചേർന്നഭിരമിച്ച നാടിതല്ലോ ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാസി ബുദ്ധ ജൈതനും തോളു ചേർന്നഭിരമിച്ച നാടിതല്ലോ ഭാരതം. ഈ ദേശ് ഹമാരാ ജാൻ സെ പ്യാരാ പ്യാർ ഹമാരാ ആസാദി ആസാദി ആസാദി. പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കു കൊത്തിയാകുവാൻ. പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കു കൊത്തിയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമായി വിടഞ്ഞു വീണു ചാകിലും മനസ്സകർന്നു മാത്രമായി. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമായി വിടഞ്ഞു വീണു ചാകിലും മനസ്സകർന്നു മാത്രമായി. ഈ ദേശ് ഹമാരാ ജാൻ സെ പ്യാരാ പ്യാർ ഹമാരാ ആസാദി ആസാദി ആസാദി. ഇതെന്റെ രാജ്യം, എന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം. മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം, പെരുമയേകും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം. ഈ ദേശ് ഹമാരാ ജാൻ സെ പ്യാരാ പ്യാർ ഹമാരാ ആസാദി ആസാദി ആസാദി. Respected teachers, parents and my dear friends, I wish you all a happy Independence Day. Today, I would like to share a few thoughts on the topic freedom and responsibilities. India got freedom from the British power on 15th August 1947. As a new beginning, the nation and its leaders had to undertake several responsibilities. She had to take care of the poor and needy and at the same time bind the wounds in the minds of people because of the painful partition. Our leaders took this responsibility for us. Today we live in a free nation, but freedom brings us too much responsibilities to carry out. First and foremost, the responsibility is love our nation and its people. Secondly, we must strive to preserve the rich and varied heritage of our country. We should uphold the unity of our country. As students, we have a great responsibility to respect our parents, teachers, and leaders. Today's students are tomorrow's citizens. As growing children, we must observe and understand the realities of life happening before us. We should protest and stand against every kind of evil things happening. It is our responsibility to stand for truth, justice, and duty. We have to take part in that process of nation building. Let these independence celebrations remind us about our duties and responsibilities in our society and nation building. Jai Hind.